വിളിക്കുന്നത് ആരായിരിക്കും? ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോരുത്തരായി വന്ന് രണ്ട് വ്യക്തികളുടെ പേരുകൾ കാരണസഹിതം പറയുക. നിങ്ങളുടെ ഭാവന വിരിയട്ടെ. ഗുഡ് ലക്ക് ബിഗ് ബോസ്. പറഞ്ഞോട്ടെ. ബിക്കോസ് ഒരു കപ്പലാണെങ്കിൽ ആ കപ്പലിനെ മുക്കി താഴ്ത്താനായിട്ട് അതികഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസാണ്. കാരണം ഒരു കാലത്തും ബിഗ് ബോസിൽ വന്ന അന്ന് മുതൽ ഒരു കാലത്തും നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഷാനവാസ്. ഷാനവാസിനോട് എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. 2 തോണിയിൽ ഒരേ സമയം കാലിടുകയാണെങ്കിൽ കവ പൊളിഞ്ഞു പോകും എന്നുള്ള സത്യം ഷാനവാസ് മറന്നു പോകരുത്. കപ്പലിനെ ഒരിക്കലും മുക്കി താഴ്ത്തരുത്. ഷാനവാസിനെ വിശ്വസിച്ച് ക്യാപ്റ്റൻസി തന്നു. ആ ക്യാപ്റ്റൻസിയിൽ ഷാനവാസ് നിലപാട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മുക്കിക്കളയുന്ന രീതിയിലായിരുന്നു ഷാനവാസിന്റെ പ്രവൃത്തികൾ. അത് തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. ഇനി അടുത്തത് കപ്പലിനെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് കപ്പലിനെ സേവ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പല കാര്യങ്ങളിലും ബിക്കോസ് അപ്പോ ഒരു നിമിഷം ഒന്ന് നോക്കട്ടെ ഞാൻ ആരാടുന്നത്. ഒരു 30 സെക്കൻഡ് തരും. ബിഗ് ബോസ് ഞാൻ പറയാണ്, ഇപ്പോ കപ്പലിനെ സേവ് ചെയ്യാനായിട്ട് അതികഠിനമായിട്ട് ശ്രമിക്കുന്നത് ആര്യനാണ്. കാരണം ആര്യൻ ക്യാപ്റ്റനാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് ഗ്രൂപ്പുകളുള്ള ഒരു വീട്ടിലെ ക്യാപ്റ്റൻ ആവുക എന്ന് പറയുന്നത് വളരെ നിസാര ഒരു കാര്യമല്ല. വളരെ കഠിനമായിട്ട് ആര്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷാനവാസ് മുക്കി താഴ്ത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കൈ സഹായത്തിന് ആര്യന് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക് ആര്യൻ.